ഹലോ, ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ ചക്കയുടെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചക്കപ്പഴമൊക്കെ കിട്ടുന്ന കാലമല്ലേ നമുക്ക്. അപ്പോൾ ഈ സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ഒരുക്കി എടുത്തതിന് ശേഷം ഒന്ന് വരട്ടി വെച്ചായിരുന്നാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ ചക്കയുടെ ഉണ്ടാക്കുമോ പായസം ഉണ്ടാക്കുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചക്ക വരട്ടുന്നത് എങ്ങനെയാണെന്ന് ഉള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വരട്ടി വെച്ച ചക്കയാണ് കേട്ടോ. ഞാനിപ്പോൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചിരുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചക്കയുടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചിരകിയെടുക്കാം. ഇനി വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും റവ എടുത്തിട്ടുണ്ട്. ഇനി അരിപ്പൊടി, അപ്പത്തിൻ്റെ പൊടിയില്ലേ വറുത്തത്, അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ചക്കയുടെ ഉണ്ടാക്കുന്നത് ഇടനയുടെ ഇലയിലാണല്ലോ, അതും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചക്കയുടെ ഉണ്ടാക്കാനായിട്ട് ഈ ചക്ക വരട്ടിയത് നമുക്കൊരു ബേസനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ആവശ്യമുള്ള ശർക്കരയും അതുപോലെ ഏലക്കായും ജീരകവും ഒക്കെ പൊടിച്ചിട്ടിട്ടാണ് ഞാനിത് വരട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിനുള്ള മധുരം ഇതിനകത്തുണ്ട്, അതുകൊണ്ടാണ് ശർക്കരയൊന്നും ഇടാത്തത്. പിന്നെ നമുക്കിനി പൊടികളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ റവപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് അപ്പൊടിയായിട്ട് ഇട്ടിട്ടുണ്ട്. റവപ്പൊടി ഇട്ടിട്ട് ചക്കയുടെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ വറുത്ത അരിപ്പൊടി കുറച്ചിട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കുഴച്ചിട്ട് നോക്കിയതിന് ശേഷം അത് പാകത്തിന് അല്ലെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അധികമായി പോകേണ്ട കാര്യമില്ലല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഒരുപാട് ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട. ഈ പൊടികൾക്ക് കൂടാൻ പാകത്തിനുള്ള ഉപ്പ് മാത്രം മതി. ലേശം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മുടെ ചക്കടയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാനിപ്പോൾ ചെറുകിയെടുത്ത തേങ്ങയുടെ കുറച്ച് ഭാഗം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വറുത്തല്ല, പതിയൊന്ന് കളറ് മാറി കിട്ടിയാൽ മതി. ഇതുപോലെ തേങ്ങ വറുത്തിട്ടിട്ട് ചക്കയുടെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ടോ. നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ആരെങ്കിലും ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ നമുക്ക് വറുത്ത തേങ്ങ ഇത്രയും ഭാഗമാകുമ്പോൾ നമുക്ക് ആ പൊടിയുടെ അല്ലെങ്കിൽ ചക്കയുടെ ഒക്കെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇനി വറുക്കാത്ത തേങ്ങ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും തേങ്ങ വറുക്കാത്തതാണ്, ചെറിയെടുത്ത തേങ്ങ അങ്ങനെ തന്നെ ഇരിക്കുന്നതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് വറുത്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബാക്കി വേറെ ഒന്നും ചേർക്കാനില്ല. ഞാൻ പറഞ്ഞല്ലോ, ചക്ക വരട്ടിയ സമയത്ത് ശർക്കരയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇതിന് എന്തായാലും ആവശ്യത്തിനുള്ള ശർക്കര ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ശർക്കര കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് വേറെ ചീകി ഇട്ട് കൊടുക്കണേ. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം ഒരുപോലെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നാലാണ് ചക്കയുടെ നല്ല ടേസ്റ്റിന് കിട്ടുള്ളൂ. പിന്നെ പുളിച്ചേട്ടൽ അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുക്ക് പൊടിയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, വയറുവേദനയുള്ളവരൊക്കെ ആണെങ്കിൽ. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്ത് പൊടിയെല്ലാം പാകത്തിനുണ്ട്. നമ്മളിങ്ങനെ കൈകൊണ്ട് എടുക്കുമ്പോൾ പതിയെ ചാടാനേ പാടുള്ളൂ. ഒഴുകി ചാടുന്ന പോലെ ഒന്നും ആവരുത്. നമുക്ക് അത് ഇടനയുടെ ഇലയിലേക്ക് പരത്തി കൊടുക്കാം. ചെറിയ ഇലയൊക്കെ ആണെങ്കിൽ ഇതുപോലെ പരത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ഇലയിൽ ഇതുപോലെ ചെയ്തതിന് ശേഷം മടക്കിയെടുത്തു. ഇനി വലിയ ഇലയാണെങ്കിൽ നമുക്ക് കുമ്പിൾ പോലെ മടക്കിയെടുത്തതിന് ശേഷം ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ വലിയ ഇലയിൽ ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം അട ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഒരു ഈർക്കിൾ ഉപയോഗിച്ച് സൈഡിൽ കുത്തി കൊടുക്കണേ. ഇതുപോലെ ചെയ്താൽ മതി. ഉള്ളിലേക്ക് കുത്തി വെച്ചാൽ അത് അവിടെ ഇരുന്നോളും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പാകത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞത്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ തിളച്ച് ആവിയൊക്കെ വന്ന് തുടങ്ങി. നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ. അപ്പോൾ വെള്ളം കുറവുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കേട്ടോ വെള്ളം എന്തോരം ഉണ്ടെന്നുള്ളത്. തിളയ്ക്കുന്നതിൻ്റെ സമയത്ത് ഈ സ്പൂണിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മുടെ റവയൊക്കെ ചേർത്ത സ്പെഷ്യൽ ചക്കയുടെ അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് കഴിക്കാനായിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം കഴിച്ച് നോക്കിയാൽ പിന്നെ നിർത്തൂല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.